ഹായ് ഡിയേഴ്സ്, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണം, എൻ്റെ പേര് ഡോക്ടർ ഇഷൽ. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അക്കാഡമിയുടെ പേരാണ് ITech അക്കാഡമി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ഓഫ് ഫോർ IELTS, UKVA, OET, PTE ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. എൻ്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് റീഡിങ്ങിലെ ബാൻഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഈ 2024 നമുക്ക് ബാൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം ഉള്ളതാണ്. ഫസ്റ്റ് വൺ, ടൈം മാനേജ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് IELTSൽ, പ്രത്യേകിച്ച് IELTS റീഡിങ്ങിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് ഹാർഡ്ലി 1 hour ആണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ടൈം ഉള്ളൂ, റീഡിങ്ങിൻ്റെ ടൈം ഉള്ളൂ. അപ്പം നമ്മൾ ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 minutes. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 40 ക്വസ്റ്റ്യൻ. 3 സെക്ഷനാണുള്ളത്. അപ്പം അക്കാഡമിക്കിനാണെങ്കിൽ നമുക്ക് 3 പാസേജസും, ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പാസേജ്. ആദ്യത്തെ സെക്ഷനിൽ 2 പാസേജ്, സെക്കൻഡ് സെക്ഷനിൽ 2 പാസേജ്, ലാസ്റ്റ് സെക്ഷനിൽ ഒറ്റ വലിയ പാസേജ്. അക്കാഡമിക് ആണെങ്കിൽ 3 സെക്ഷനിലും ഓരോ പാസേജ്, വലിയ പാസേജസ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. കൂടുതൽ പേരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് 20-20-20 3 സെക്ഷൻ അല്ലേ, അപ്പോൾ 20 മിനിറ്റ് വെച്ച് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതി ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. അതൊരു റോങ് മെത്തേഡാണ്. ഫസ്റ്റ് സെക്ഷൻ നമ്മളൊരു 50 minutesൽ ക്ലിയർ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നിങ്ങൾ അത്യാവശ്യം ഒരു മിഡിൽ, ഓക്കെ, നിങ്ങൾക്കൊരു 6.57 എയിം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ആവറേജ് ഓർ എബോവ് ആവറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 15-20-25 ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാം. ആദ്യത്തെ 15 മിനിറ്റിൽ ഫസ്റ്റ് സെക്ഷൻ ഫിനിഷ് ചെയ്യുക, 20 മിനിറ്റ്സിൽ സെക്കൻഡ് സെക്ഷൻ ഫിനിഷ് ചെയ്യുക, ലാസ്റ്റ് സെക്ഷന് 25 മിനിറ്റ്സ് എടുത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളൊരു ഹൈ സ്കോർ എയിം ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് നല്ല 8.5 ആ ഒരു സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു ടൈം പോലും നിങ്ങൾ മാനേജ് ചെയ്താൽ പോരാ. ഒരു ഹൈ സ്കോർ എയിം ചെയ്യുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 12-18-23 ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 23 ലാസ്റ്റ് സെക്ഷൻ കഴിയുമ്പോഴും നമുക്കൊരു 7 മിനിറ്റ് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ സ്കിപ്പായി പോയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 7 മിനിറ്റ്സ് ആൻസർ നമുക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാനും അങ്ങനെ നിങ്ങൾക്ക് ടൈം വേണം. ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു 8.5-9 ആ ഒരു ബാൻഡ് കിട്ടുന്നത്. നിങ്ങളൊരു 6.57 ആ ഒരു റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും 15-20-25 ആ ഒരു ടൈമിൽ മാനേജ് ചെയ്ത് എഴുതുക. ഇതിപ്പം എക്സാമിന് അന്ന് അവിടെ ചെന്നിട്ട് ഈ ഒരു മെത്തേഡ് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ നോക്കിയാൽ നടക്കുമോ? ഇല്ല. നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്ത് തന്നെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിക്കണം. നമ്മൾ ആദ്യം ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ടൈമും നമ്മൾക്ക് ആൻസറും എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കിട്ടിയാൽ തന്നെ ഈ ഒരു ടൈമിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ടൈം മാനേജ് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എയിം ചെയ്യുക. ആൻസർ കണ്ടെത്തി നിങ്ങളുടെ ഒരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞുമ്പോൾ നിങ്ങളെപ്പോഴും ടൈം മാനേജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടൈം മാനേജ്മെന്റിലേക്ക് എത്തില്ല. പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ടൈം കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് പാസേജ് മുഴുവനായിട്ടിരുന്ന് വായിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലും ടീച്ചേഴ്സ് പറയുക ചെറിയ ഇങ്ങനെ പാസേജിൽ നിന്ന് ആൻസർ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ്സ് ഒക്കെ നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയും, നിങ്ങൾ ആദ്യം തന്നെ പോയി ക്വസ്റ്റ്യൻ വായിക്കാതെ പാസേജ് നന്നായിട്ട് നിങ്ങൾ 1-2 വട്ടം ഇരുത്തി വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എഴുതുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ശരിയാകുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി. അത് കറക്റ്റാണ്, അവർ പറഞ്ഞത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അന്ന് നമുക്ക് ടൈം ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ടൈം ഇല്ല. ടൈം മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യണം. അപ്പം ഈ ടൈം ഷോർട്ടേജിന്റെ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ പാസേജ് വായിക്കരുത്. പാസേജ് വായിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല. പാസേജ് വായിക്കാൻ പോകരുത്. പാസേജിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാം. അപ്പോൾ പാസേജിന്റെ ഹെഡിങ് ഇപ്പം എന്താണെന്നൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ചിലപ്പോൾ ഈ പാസേജിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ബോധം ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ചില ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവും, ചില ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവണം എന്നില്ല. ഇപ്പം കൺസ്യൂമർ അഡ്വൈസ് ഓൺ ബൈയിങ് ഷൂസ് എന്നാണ് നമ്മുടെ പാസേജിന്റെ ഹെഡിങ്ങെങ്കിൽ, ഓക്കെ, ഷൂ മേടിക്കുന്ന ആളുകൾ കൺസ്യൂമർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ അഡ്വൈസസ് ആയിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആ ഹെഡിങ്ങിലൂടെ തന്നെ മനസ്സിലാക്കാം. പക്ഷെ ചിലപ്പം നമ്മുടെ പാസേജിന്റെ ഹെഡിങ് റീഡ് ബെഡ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താണ് ഈ റീഡ് ബെഡ് എന്ന് എല്ലാവർക്കും അറിയണം എന്നില്ല.
അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വായിക്കുമ്പോഴായിരിക്കും വേസ്റ്റ് വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഹെഡിങ് വായിച്ചാൽ മനസ്സിലാവുന്നതാണെങ്കിൽ അത് മാത്രം വായിച്ചാൽ മതി. അതല്ല എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് നോക്കുക. അതൊരു 30 സെക്കൻഡ്സിൽ നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് അതിലെ മെയിൻ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിടുക. കീവേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരിക്കലും നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള വേർഡ് അല്ല കീവേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസ്യൂമർ അഡ്വൈസ് ഓൺ ബൈയിങ് ഷൂസ് എന്നാണ് നമ്മുടെ പാസേജിൻ്റെ ഹെഡിങ്. ഈ പാസേജിൽ ഷൂസ് മേടിക്കുന്നതിനെ കുറിച്ചും അതിന് കൺസ്യൂമറിന് കൊടുക്കുന്ന അഡ്വൈസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ കൺസ്യൂമർ അല്ലെങ്കിൽ ഷൂസ് എന്നുള്ള വേർഡ്സ് ഒക്കെ സിനോണിമായിട്ട് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ പാസേജിൽ മൊത്തം ആ ഒരു വേർഡ്സ് ഉണ്ടാവാം. അപ്പോൾ അത് വെച്ച് നമുക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നമ്മൾ കോമൺ അല്ലാത്ത വേർഡ് വേണം നമ്മൾ കീവേഡായിട്ട് എടുക്കാനായിട്ട്. അപ്പം കീവേഡ് എടുത്ത് നമ്മൾ ആ ഒരു സെയിം വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിം പാസേജിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇൻസ്ട്രക്ഷൻ വായിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ. നമുക്ക് 40 മിനിറ്റ് 60 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 1.5 മിനിറ്റ് മാത്രമേ ടൈം ഉള്ളൂ. ഈ 1.5 മിനിറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം, ഉത്തരം കണ്ടുപിടിക്കണം, അത് ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളും കൂടെ നടക്കണം ഈ 1.5 മിനിറ്റിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായി ഇത് ഇവിടെ എവിടെയോ കിടക്കുന്ന ഈ ഒരു സെൻറ്റൻസിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഏതാണെന്ന് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് ഓവറായിട്ട് ഒരു 3, 4, 5 മിനിറ്റ് ഒക്കെ ചിലർ അതിൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എക്സാം മൊത്തത്തിൽ കൊളാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി കിട്ടിയില്ല, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു കിട്ടിയില്ല, അത് ലീവ് ചെയ്ത് അടുത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ അതൊന്നും കൂടെ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഇതായിരിക്കാം എന്ന് ഊഹിച്ച ഒരു ആൻസർ എഴുതി വെച്ചിട്ട് പോയിട്ട് പിന്നെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് നോക്കാം. അതല്ലാണ്ട് ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ എഴുതുന്ന ആ ഒരു ക്വസ്റ്റ്യനും തെറ്റായിരിക്കും. അത് കാരണം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു 3, 4 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം കളയാതിരിക്കുക. റീഡിങ്ങിൽ ചില ക്വസ്റ്റ്യൻസ് ഓർഡറിലായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് ഓർഡറിലല്ലാത്തതായിരിക്കും. അപ്പം ഓർഡറിലുള്ളത് ഏതൊക്കെയാണ്, ഓർഡറിലല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് പ്രത്യേകിച്ച് അത്യാവശ്യമാണ്. റീഡിങ്ങിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, സെൻറ്റൻസ് കംപ്ലീഷൻ, പിക്ചർ കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ ഇതെല്ലാം ഓർഡറിലായിരിക്കും. ഇതിനെല്ലാം വാക്കുകളായിരിക്കും ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതിന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും 1 വേർഡ് ഓൺലി, നോ മോർ ദാൻ 2 വേർഡ്സ്, നോ മോർ ദാൻ 3 വേർഡ്സ് എന്നെല്ലാം. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് നമ്മൾ ആൻസർ എഴുതുക. അത് താഴേക്കായിരിക്കും. അതായത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറിൻ്റെ താഴെയായിരിക്കും സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. അത് ചിലപ്പോൾ അടുത്ത സെൻറ്റൻസിലാവാം, അടുത്ത പാരഗ്രാഫിലാവാം, 3, 4, 5 പാരഗ്രാഫ് കഴിഞ്ഞിട്ടും ആവാം. പക്ഷെ അതിൻ്റെയും താഴെയായിരിക്കും അതിൻ്റെ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓർഡറിലായിരിക്കും. പിന്നെ ഓർഡറിൽ വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ. ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് താഴേക്കായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഓർഡറിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ABCD ഓപ്ഷൻ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കിടക്കുന്നത് ഓർഡറിലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് പാരഗ്രാഫിലാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരിക്കലും ഫസ്റ്റിൽ ഉണ്ടാവില്ല, സെക്കൻഡിൽ തന്നെയോ തേർഡിലോ ഫോർത്തിലോ താഴേക്കായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഓർഡറിലായിരിക്കും. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓർഡറിൽ ഉണ്ടാകുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്, സെന്റൻസ് കംപ്ലീഷൻ, പിക്ചർ കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓർഡറിൽ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓർഡറിൽ അല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? മാച്ച് ദ ഫോളോയിങ്സ്. ഏത് തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ്സ് ആണെങ്കിലും ഓർഡറിലായിരിക്കത്തില്ല. ദ ഹെഡിങ് ഓർഡറിലായിരിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ്, മാച്ച് ദ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഉണ്ടാവും, അത് ഓർഡറിലായിരിക്കില്ല. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏത് പാരഗ്രാഫിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ആ പാരഗ്രാഫിന്റെ ലെറ്റർ എഴുതാനായിട്ടുള്ള അങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ്സും ഓർഡറിലായിരിക്കില്ല. അതല്ലാണ്ട് കുറച്ച് സയന്റിസ്റ്റിന്റെ പേരുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും തന്നിട്ട് തമ്മിൽ മാച്ച് ചെയ്യാൻ അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഓർഡറിലായിരിക്കില്ല. അതല്ലാതെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ഇട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് കോളത്തിൽ നിന്ന് ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ കോളം, അത് ഒരിക്കലും അത് മാച്ച് ചെയ്യാൻ തന്നെയാണ്. കാരണം വേർഡ് നമ്മൾ കോളത്തിൽ നിന്ന് എടുത്ത് മാച്ച് ചെയ്യുവാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർഡറിലായിരിക്കില്ല. അതായത് എന്ത് മാച്ച് ചെയ്യാൻ തന്നാലും ഓർഡറിലായിരിക്കില്ല. മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടാവണമല്ലോ, എന്നാൽ മാത്രമാണ് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പാസേജിൽ ഓർഡറിലായിരിക്കില്ല കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നെയിം, ഇയർ, ഇറ, അതല്ലെങ്കിൽ സെഞ്ചുറി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ആണ്. അതല്ലാതെ കോമൺ അല്ലാത്ത വേർഡ്സ് കീവേഡ് എടുത്തിട്ട് അതിൻ്റെ സിനോണിംസും നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. കീവേഡ് IELTS റീഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ്ഫർ ദ ആൻസർ ടു ദ ആൻസർ ഷീറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ.
അതായത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാ ആൻസറും കൂടെ ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കാതെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്ത് പോവുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ട്രാൻസ്ഫർ ചെയ്ത് പോവുക. റീഡിങ്ങിന് ഒഫീഷ്യൽ പ്രാക്ടീസ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന കുറേ റീഡിംഗ് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് ഭയങ്കര ടഫായിരിക്കും, ചിലത് ഭയങ്കര ഈസി ആയിരിക്കും, നമ്മുടെ ഒരു കറക്റ്റ് എക്സാമിൻ്റെ ഒരു ലെവലിലായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഒഫീഷ്യൽ പ്രാക്ടീസ് ടെസ്റ്റ് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ പേരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ചുമ്മാ കുറേ റീഡിങ് അങ്ങ് കാംബ്രിഡ്ജിൻ്റെ എല്ലാ റീഡിങ്ങും അങ്ങ് ചെയ്ത് വെറുതെ കളയും. അങ്ങനെ ചെയ്യാതെ പ്രോപ്പറായിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്ത് ഓരോന്നും നമ്മൾ പഠിച്ച് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ചുമ്മാ ഒറ്റയടിക്ക് എല്ലാത്തിൻ്റെ ആൻസറൊക്കെ നോക്കി ചെയ്ത് അങ്ങനെയല്ല. നമ്മൾ പ്രാക്ടീസ് മെറ്റീരിയൽസ് നമുക്ക് കേംബ്രിഡ്ജിൻ്റെ ഒഫീഷ്യൽ മെറ്റീരിയൽസ് കുറവാണ്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ വാല്യൂ കൊടുത്ത് ടൈമൊക്കെ കൊടുത്ത് ഓരോന്നും ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ചെയ്യണം. നിങ്ങളൊരു അക്കാഡമിയിലോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാന്നുണ്ടെങ്കിൽ അവർ കുറേശ്ശെ ആയിരിക്കും നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടാവുക. അതല്ല സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ഒറ്റയടിക്ക് നോക്കി നിങ്ങളുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ലേൺ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, അതായത് ഓരോ ടൈപ്പ് ക്വസ്റ്റിനും ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡല്ല മാച്ച് ദ ഹെഡിങ്ങിന്, ആ ഒരു മെത്തേഡല്ല മാച്ച് ദ ഇൻഫോർമേഷൻ, അതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സിന്. ഓരോന്നിനും നമുക്ക് ഓരോ മെത്തേഡ് ഉണ്ട്. അപ്പം ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ പാസേജ് വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു, പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചു, പാസേജ് വായിച്ചു, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ ഓരോന്നിനും അതിൻ്റെതായ ടെക്നിക്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ ആൻസർ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലല്ല ഒരിക്കലും ഹെഡിങ് കണ്ടുപിടിക്കേണ്ട. ഇതുപോലെ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അഥവാ യെസ് നോ നോട്ട് ഗിവൺ ഇൻസ്ട്രക്ഷൻ ആദ്യം നോക്കുക. ഇൻസ്ട്രക്ഷനിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്നാണോ യെസ് നോ നോട്ട് ഗിവൺ എന്നാണോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. കാരണം ട്രൂവിന് പകരം യെസ് എന്നും യെസിന് പകരം ട്രൂ എന്നും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ആള്, ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യനിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക, കോമൺ അല്ലാത്ത വേർഡ് അണ്ടർലൈൻ ചെയ്യുക. ആ സെയിം വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിം പാസേജിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് വെക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യനും കിട്ടി, പാസേജിൽ എവിടെ കിടക്കുന്നതെന്നും കണ്ടുപിടിച്ച് വെച്ചു. അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പാസേജിൽ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ട്രൂ. അതേ വാക്കുകളല്ല, അതേ അർത്ഥം. ക്വസ്റ്റ്യനിൽ ഇപ്പം ഒരു 3 കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിലിപ്പോൾ 2 കാര്യം പാസേജിലുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും ട്രൂ ആവില്ല. ഓക്കെ, 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 കാര്യങ്ങളും അങ്ങനെ തന്നെ പാസേജിൽ ഉണ്ട്, അതേ മീനിങ്ങിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ട്രൂ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ പോയി ഫോൾസ് എഴുതല്ല. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെയല്ല, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്ന് പാസേജിൽ തന്നിട്ടുണ്ടാകണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഫോൾസ് എഴുതാൻ പറ്റുള്ളൂ. അതായത് ട്രൂവും ഫോൾസും എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിരിക്കണം. ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ഷുവറിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രൂ, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് നമുക്ക് പാസേജ് കാണിച്ച് പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഫോൾസ്. ഇനി അൺഷുവർ ആണ്, അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് ഗിവൺ ആണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലെങ്കിലും നോട്ട് ഗിവൺ ആണ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവണിൽ പ്രയോഗിക്കേണ്ടത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പാസേജ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ മാച്ച് ദ ഹെഡിങ്, മാച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ്, മാച്ച് ദ സയൻറ്റിസ്റ്റ്, മാച്ച് വേർഡ്സ് ഫ്രം ദി കോളം, ഇങ്ങനെ എല്ലാത്തിനും മൾട്ടിപ്പിൾ ചോയ്സ് ഓരോന്നിനും ഓരോ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് സ്റ്റഡിയിലൂടെ റീഡിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എബോവ് ആവറേജ് ആണ്, നല്ല റീഡിങ് കപ്പാസിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റും. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി തന്നെ ധാരാളമാണ്. അതല്ല നിങ്ങളൊരു ആവറേജ് ആണ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആണ് അല്ലെങ്കിൽ ഒരു പുവർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ സ്ട്രാറ്റജീസ്, ഇതിൻ്റെ മെത്തേഡ്സ്, ഇത് പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള വഴികൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെയാണ് നിങ്ങളൊരു ഹൈ സ്കോറിലേക്ക് എത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ലെവൽ എന്താണോ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾ എടുക്കാൻ തന്നെ നോക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ITeach അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ടൈം കൺവീനിയൻസിൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.